കടലാസ് നോട്ടുകൾക്ക് പകരം പ്ലാസ്റ്റിക് അഥവാ പോളിമർ നോട്ടുകൾ പുറത്തിറക്കാനുള്ള റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശുപാർശയ്ക്ക് കേന്ദ്ര ധനകാര്യ മന്ത്രാലയം അംഗീകാരം നൽകിയിരിക്കുകയാണ്. പ്ലാസ്റ്റിക് നോട്ടുകളൊക്കെ തന്നെ അവതരിപ്പിക്കാൻ റിസർവ് ബാങ്ക് പദ്ധതിയിടുന്നതായിട്ട് കഴിഞ്ഞ മാസം തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എങ്കിലും ഈ നീക്കം നിലവിലെ കടലാസ് കറൻസികളുടെ അന്ത്യമല്ലെന്ന് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. വിപണിയിലുള്ള കടലാസ് നോട്ടുകൾക്കൊപ്പം തന്നെ പ്ലാസ്റ്റിക് നോട്ടുകളും വിനിമയം ചെയ്യപ്പെടുമെന്നും ഇവ പ്രചാരത്തിൽ വരുന്നതോടെ കടലാസ് നോട്ടുകൾ പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സർക്കാർ വിശദീകരിക്കുന്നു. ആദ്യഘട്ടത്തിൽ 10-20 രൂപ മൂല്യമുള്ള 100 കോടി പോളിമർ നോട്ടുകളാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ പുറത്തിറക്കുക. ഈ പരീക്ഷണം വിജയകരമായാൽ പ്ലാസ്റ്റിക് നോട്ടുകളുടെയൊക്കെ തന്നെ ഉപയോഗം കൂടുതൽ വിപുലീകരിക്കുന്നതായിരിക്കും. ലോക്സഭയിൽ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് രേഖാമൂലം നൽകിയ മറുപടിയിൽ കേന്ദ്ര ധനകാര്യ സഹമന്ത്രി പങ്കജ് ചൗധരിയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചത്. സാധാരണ കടലാസ് നോട്ടുകളെ അപേക്ഷിച്ച് പോളിമർ നോട്ടുകൾക്ക് ഈടുനിൽപ്പ് കൂടുതലാണെന്നതാണ് റിസർവ് ബാങ്ക് ഈ മാറ്റത്തിന് പ്രധാന കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ ഉയർന്ന പണവിനിമയം നടക്കുന്ന സാമ്പത്തിക വ്യവസ്ഥകൾക്ക് ഇത്തരം നോട്ടുകൾ കൂടുതൽ അനുയോജ്യമാണെന്നും RBI വിലയിരുത്തുന്നു. എങ്കിലും കടലാസ് കറൻസികളൊക്കെ തന്നെ പൂർണ്ണമായിട്ടും പ്ലാസ്റ്റിക്കിലേക്ക് മാറ്റാൻ നിലവിൽ യാതൊരു ആലോചനയുമില്ലെന്നും മന്ത്രി ലോക്സഭയിൽ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.